താരസംഘടനയായ അമ്മയ്ക്ക് പുതിയ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. ഇന്നലെ ആ സന്തോഷമൊക്കെ നമ്മൾ പങ്കുവച്ചു. അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്വേത മേനോൻ. ഗുഡ് മോർണിംഗ് സുജ. ഗുഡ് മോർണിംഗ്. തിരക്കിട്ട അഭിമുഖങ്ങളിലൂടെ പ്രതികരണങ്ങളിലൂടെയൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെയായി കടന്നു പോവുകയാണെന്ന് അറിയാം. പ്രസിഡന്റായി വന്നതിന് ശേഷം ഈ പ്രതികരണങ്ങളിൽ കൃത്യമായി ആലോചിച്ച് ഉറപ്പിച്ച് ഉത്തരം പറയുക, കുറച്ചുകൂടി ഒരു തോട്ട് പ്രോസസ്സ് വേണ്ടി വരുന്നുണ്ടോ? ഒരു വലിയ ഉത്തരവാദിത്വമല്ലേ? അല്ല, ഇപ്പൊ അതിന്റെ ഒരു വാം അപ്പ് നടന്നുകൊണ്ടിരിക്കണ്ടേ ഉള്ളൂ. അത്ര ഞാൻ ഗൗരവമായിട്ടൊന്നും ഇതില്ല. ബിക്കോസ് എജൻഡയോ പ്ലാൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല. സോ ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു സന്തോഷം എല്ലാ മീഡിയക്കാരെയും താങ്ക് യു മാത്രമേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് യു ഗൈസ്, നിങ്ങളെല്ലാവരും എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഈ സുജിയോടും ആൻഡ് റിപ്പോർട്ടർ എല്ലാവരും താങ്ക് യു പറയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. ഒരു സ്ത്രീ മത്സര രംഗത്തേക്ക് വരുമ്പോൾ അവരെ പിന്മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ആ സ്ത്രീക്ക് ഒപ്പം നിൽക്കുക എന്നത് ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമാണ് നമ്മളും ചെയ്തത്. എന്തായാലും താങ്ക് യു ശ്വേത. ഇപ്പോൾ ദീദി ദാമോദരന്റെ ഒരു പ്രതികരണം വന്നിരുന്നു കുറച്ചു മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ. ദീദി ചേച്ചി പറഞ്ഞത് കൃത്യമായി തിരിച്ചു വരാനായിട്ടൊക്കെ തയ്യാറായി നിൽക്കുകയാണ് WCC എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ്. അപ്പോൾ WCC രൂപീകരിച്ച സാഹചര്യമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അവർ വരാൻ സംസാരിക്കാനൊക്കെ തയ്യാറാണ്. അതും ഒരു സന്തോഷമായി മാറുകയല്ലേ? പിന്നെ ഐ ഡോണ്ട് നോ, എനിക്കിതൊക്കെ എന്നെ സംബന്ധിച്ച് എല്ലാവരും ഒരു കൂടെ ഇരിക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാം. ആൻഡ് നല്ലൊരു സംഘടനയാണ് അമ്മ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ നമ്മളുടെ ഒരു ഫാമിലിന്റെ ഭാഗമാണ്. സോ നമ്മൾ സത്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ പേഴ്സണലി ആയിട്ട് ഞാൻ ഇന്നലെ പറയാൻ, ഞാൻ പേഴ്സണലി ആയിട്ട് അവരെ കാണണമെങ്കിൽ ഐ വിൽ ഗോ ആൻഡ് ഇൻവൈറ്റ് ദം. ദേ ആർ മോസ്റ്റ് വെൽക്കം. ആൻഡ് ദീദി ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫീലിംഗ് ഗ്രേറ്റ്. നല്ലൊരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മളോട് പ്രതികരിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇതിൽ നമുക്കറിയാമല്ലോ, ഈ താരസംഘടന അമ്മ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകുന്നത് ഈ നടിയെ ആക്രമിച്ച കേസ് വരുമ്പോഴാണ്. 2017 ശേഷമാണ്. അതിനു മുൻപ് അമ്മയുടെ ഒരുപാട് പരിപാടികൾ, ഇവന്റുകൾ നടക്കുന്നു. അങ്ങനെ ആഘോഷ കാഴ്ചകൾ മാത്രമാണ് മാധ്യമങ്ങൾ പോലും കൂടുതലും സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴായാലും അത് ലാലേട്ടനായിരിക്കും അല്ലെങ്കിൽ ബാബുചേട്ടനായിരിക്കും എന്നൊക്കെയുള്ള അങ്ങനെ പറഞ്ഞു പോകുന്നതല്ലാതെ വലിയ രീതിയിൽ ചർച്ചയായിട്ടേ ഇല്ല. പക്ഷേ ഈ നടിയെ ആക്രമിച്ച കേസിന് ശേഷമുള്ള ഈ കഴിഞ്ഞ 8 വർഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ താരസംഘടന വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സമയം കൂടിയാണ്. അതിനുശേഷം ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ കാണുന്നു. അങ്ങനെ ഒരു വിവാദങ്ങളിലേക്ക് താരസംഘടന എത്തിയതിനു ശേഷമുള്ള ഒരു ഉത്തരവാദിത്തമാണ് ശ്രീമതി ശ്വേത മേനോൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം എത്രത്തോളം വെല്ലുവിളിയുള്ളതാണ്? എന്താണ് ശ്വേത ഈ ഉത്തരവാദിത്തത്തെ സ്വയം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നല്ല ഒരു ചാലഞ്ചിങ് ടൈംസിലാണ് നമ്മൾ വന്നത്, ഞാനും എൻ്റെ ടീമായിട്ട്. പക്ഷേ നമ്മളെല്ലാവരും എജൻഡ എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മളെല്ലാവരും എജൻഡ അമ്മയാണ്. അമ്മേനെ എങ്ങനെ നന്നായിട്ട് അത് കുറച്ചും കൂടി നമ്മൾ പോലെ ഒരു 5% കൂടി നമുക്ക് നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് എ ബിഗ് തിങ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ്. സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ തലപ്പത്തുള്ള ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും സുരേഷ് ഗോപി എപ്പോഴും നമ്മളെ ഇൻഡയറക്ട്ലി അല്ല ഡയറക്ട്ലി നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ്. ഇവര് 3 പേരും നമ്മുടെ പേട്രൻസായി നിന്നാലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. സോ ദാറ്റ്സ് ആ ഒരു ബ്ലെസ്സിങ്സ് നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. എനിക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശ്വേത മേനോനെ വായിച്ചിട്ടുണ്ടാവും. ഈ സാരഥ്യത്തിന് ആശംസകൾ അറിയിക്കുന്നതിനൊപ്പം തന്നെ ചില ആളുകൾ, അതായത് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്ത് വരുന്ന ചില ആളുകൾ ഉയർത്തുന്ന മറ്റൊരു ആശങ്ക, വനിതാ നേതൃത്വമാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് നിഷ്പക്ഷമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇത് പുറത്തുള്ള പൊതുസമൂഹത്തിന്റെ, സിനിമകൾ കാണുന്ന നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന പൊതുസമൂഹത്തിന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തോടുള്ള മറുപടി എന്താണ്? നിഷ്പക്ഷമായ നിലപാടെടുക്കാൻ കഴിയുമോ? അതോ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് നിങ്ങൾക്കും നിന്നു കൊടുക്കേണ്ടി വരുമോ? അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇതുവരെയ്ക്കുള്ള ഒരു ജീവിതത്തിന്റെ ഒരു സ്റ്റൈല് കണ്ടാൽ തന്നെ അറിയാം, ഐ എം ക്വൈറ്റ് ഡിറക്റ്റ് ആണ്. എനിക്ക് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഗ്രേ ഇല്ല. സോ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ് എൻ്റെ ഏറ്റവും കീ വേർഡ് ഉണ്ടാവുക ഏത് രീതിയിലും. അതുകൊണ്ട് എന്താ പറയുക, ഒരു ബയസ്ഡ് ആയ ഒരു ഡിസിഷൻസ് എടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലും.
അതുകൊണ്ടാണ് ഞാനത് ഓപ്പണായി ചോദിച്ചത്. കാരണം ശ്വേത മത്സരിക്കുമ്പോൾ വന്ന ആ കേസ് അത് എത്രത്തോളം ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് അത് ആദ്യം ആ വാർത്ത വന്നപ്പോൾ തന്നെ എനിക്ക് വ്യക്തിപരമായി തോന്നിയിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കേസ് ആരാണ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള മണ്ടൻ തീരുമാനങ്ങളൊക്കെ ആരാണ് എടുക്കുന്നത്. പക്ഷേ അതിനൊക്കെ പിന്നിലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മേഖലയിൽ തന്നെയുള്ള ഈ സംഘടനയിൽ തന്നെയുള്ള ആളുകളുടെ അറിവോടെ അനുവാദത്തോടു കൂടിയൊക്കെ നടന്ന കാര്യമാണ്. അത് ശ്വേതയ്ക്കും അറിയാമല്ലോ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മുടെ ജയം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്വേത ജയിക്കണമെന്ന് വ്യക്തിപരമായി ഞാനും ആഗ്രഹിച്ചത്. പക്ഷേ ഈ കേസുകളടക്കം താങ്കൾക്കറിയാമല്ലോ, അങ്ങനെയുള്ള ചില മോശം പ്രവണതകളുണ്ട്. അതിനും നമുക്കൊരു അവസാനം കൊണ്ടുവരേണ്ടേ? ഓഫ് കോഴ്സ് എജൻഡ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി. ബിക്കോസ് ഈ ഒരു കേസിനൊരു എന്താ പറയുക, ഒരു ബേസ് ഉണ്ടായിരുന്നില്ല. എന്തായാലും മോട്ടിവേറ്റഡ് ആണോ, ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ബിക്കോസ് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ലൈക്ക് ആരോ ഫണ്ട് ചെയ്യണ പോലെ ഒരു കേസായിരുന്നു. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഞാൻ പ്രതികരിക്കും, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യും ഫോർ മൈ സെൽഫ് റെസ്പെക്ട്, എന്റെ ഫാമിലിക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയും. അങ്ങനത്തെ ഒരു വ്യക്തിയായ ഒരാളായതുകൊണ്ട് ഐ വാസ് ലിറ്റിൽ സർപ്രൈസ്ഡ്. സോ എന്തായാലും ഇപ്പൊ കോർട്ടിലാണ്, അപ്പൊ എനിക്ക് അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് യെസ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കേസിൽ നിയമ നടപടികളൊക്കെ പൂർത്തിയായതിനു ശേഷം, കാരണം ഇതൊരു വലിയ ഡിഫമേഷനാണ് സംഭവിച്ചതല്ലേ, നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ താങ്കളുടെ ഒരു വ്യക്തിത്വത്തെ, താങ്കളുടെ കുടുംബത്തെ ഒക്കെ, അതുപോലെ തന്നെ പ്രൊഫഷണൽ ലൈഫിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഒരു ഇല്ലാതാക്കാനുള്ള, തേജോവധം ചെയ്യാനുള്ള ഒരു ശ്രമം പോലെയുള്ള ഒരു ആക്ടിവിറ്റിയാണ് നടന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് നമ്മൾ കരുതുമ്പോഴും അതിന്റെ ഒരു ലാർജർ കോൺസിക്വൻസസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. താങ്കൾ അതിനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവസാനിച്ചതിന് ശേഷം തിരിച്ചൊരു ഡിഫമേഷനൊക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഇത്, ആരാണ് ചെയ്തതെങ്കിലും? അല്ല, സൈമിൾട്ടേനിയസ്ലി ഡിഫമേഷനും നമ്മൾ ഇടും ഓബ്വിയസ്ലി. അതിപ്പോ എനിക്ക് എന്താണ് സ്റ്റെപ്സ് എന്ന് അറിയില്ല, ലീഗലി അത് എന്റെ ലോയേഴ്സിനെ അറിയുള്ളൂ. പക്ഷെ എന്തായാലും ഐ വിൽ ഫൈറ്റ് ഫോർ മൈസെൽഫ്. അത് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ്. ഐ വിൽ ഓൾവേസ് ഫൈറ്റ് ഫോർ മൈസെൽഫ്. സെൽഫ് റെസ്പെക്ട് മാറ്റേഴ്സ് ദ മാക്സിമം. ഈ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച്, സെൽഫ് എസ്റ്റീമിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്ന രണ്ട് സ്ത്രീകളുടെ സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ആക്രമണത്തിനിരയായ നടിയും നമ്മുടെ കൂടെയുള്ള ആളാണ്. അവർ തിരിച്ചു വരികയാണെങ്കിൽ അതായിരിക്കില്ലേ താരസംഘടനയ്ക്ക് പൊതുസമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്ദേശം? അവർക്കൊപ്പം ഉണ്ടായിരുന്നു സംഘടന എന്ന ഒരു ഉറപ്പോടെ. സത്യം, ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ്. ഐ മീൻസ് യുനോ, നമ്മളെല്ലാവരും അവളുടെ കൂടെയാണ്. എല്ലാം നമ്മൾ മാധ്യമങ്ങളിൽ പറയണോ, അല്ലാതെ എല്ലാം നമ്മൾ അങ്ങനെ പറയണമെന്നില്ല. സത്യം പറയാണ്, നിങ്ങൾ ജനറൽ ബോഡിയിൽ വന്നാൽ എല്ലാവരും, എല്ലാ മെമ്പേഴ്സും, അവിടെയുള്ള ടോപ്പ് ടു ബോട്ടം എവ്രിബഡി ഈസ് വിത്ത് ഹർ. ബിക്കോസ് എൻഡ് ഓഫ് ദി ഡേ സ്ത്രീ ആണെങ്കിലും ആണാണെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടുകെട്ട് തന്നെയാണ്. അന്ന് ആ പ്രശ്നമുണ്ടായ വേളയിൽ ശരിക്കും സിനിമാ മേഖലയിലെ തന്നെ സ്ത്രീകൾ ഒരു 3 തട്ടിലായി പോയോ? WCC രൂപീകരിക്കുന്നു, കുറേ പേർ അനുകൂല നിലപാടെടുക്കുന്നു, കുറേ പേർ നിശബ്ദത പാലിക്കുന്നു, ചിലരാണെന്നുണ്ടെങ്കിൽ കുറ്റാരോപിതനായ വ്യക്തിക്കൊപ്പം നിൽക്കുന്നു. അങ്ങനെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും ദിലീപ് കുറ്റാരോപിതൻ മാത്രമാണ്, അയാൾ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ. പക്ഷേ ആ സംഭവം അത് വലിയ രീതിയിൽ മലയാള സിനിമാ ലോകത്ത് ഒരു കോളിളക്കം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിൽ കൂടി ഒരു ക്ലെൻസിങ് പ്രോസസ്സ് അത് ശ്വേതയുടെ ടീമിന് ചെയ്യാൻ കഴിഞ്ഞാൽ അതായിരിക്കില്ലേ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റായി മുന്നോട്ടേക്ക് വെക്കാൻ കഴിയുക? ഞാൻ പറയട്ടെ, നിങ്ങള് ഒരുപാട്, ഞാൻ ഇപ്പോഴും പറയുന്നത് ഇന്നലെ തൊട്ടിട്ട് ബേബി സ്റ്റെപ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്താ പറയാ, നമ്മളുടെ എജൻഡയിൽ ആദ്യം ഇപ്പോഴുള്ള നിലവാരത്തിലുള്ള എല്ലാം കൈനീട്ടാണ് നമ്മളുടെ ഏറ്റവും വലിയ. അവർക്ക് എല്ലാം മാസം പോകണം എന്ന്. അത് എന്താ പറയാ, എവിടെയെങ്കിലും സ്റ്റോപ്പ് ആയാലാണ് നമ്മൾ പിന്നെ എന്ത് ക്ലെൻസിങ് ചെയ്താലും ഒന്നും നടക്കൂല. സോ അവരുടെ ഒരു കൈനീട്ടം എവിടെയെങ്കിലും ബ്ലോക്ക്, ബിക്കോസ് ഫണ്ട്സ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പോൾ. ആൻഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതും ഒരു കാര്യമാണ്. അവള് നമ്മുടെ കൂടെ ഉണ്ടാവണം. അവള് മാത്രമല്ല, ഇവിടുന്ന് പോയ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ പക്ഷെ ഏത് രീതിയിലാണ് നമ്മൾ മെല്ലെ മെല്ലെ ബേബി സ്റ്റെപ്പ് എടുക്കാൻ പറ്റുക, അതിന്റെ ഒരു എജൻഡയോ അല്ലാതെ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല. അതെനിക്ക് ടീമായിട്ട് മാത്രമേ, ഞാൻ എന്ന വ്യക്തിയല്ല അമ്മ ഓടിക്കുന്നത്. നമ്മളൊരു ടീമായിട്ടാണ്, കൂട്ടുകെട്ടായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
ഐ അണ്ടർസ്റ്റാൻഡ്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിയായി വന്ന കുക്കു പരമേശ്വരൻ, അവർക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു ആക്രമണം, അത് സംഘടനയുടെ തന്നെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നത്. അവരൊക്കെ തന്നെയാണ് ആരോപണങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. അതൊരു മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ്. ആ കാർഡ് എവിടെയാണ് എന്ന ഒരു ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതെവിടെയാണെന്നൊന്ന് കണ്ടെത്തി ആ ഒരു സംശയത്തിന് കൂടി നമുക്കൊരു വ്യക്തത വരുത്തണ്ടേ? അതൊന്നും അറിയില്ല. ബിക്കോസ് അത് ഇന്നലെയാണ് നമ്മുടെ അവിടെ ഈ വോട്ട് എണ്ണുന്ന സമയത്ത് അവിടെ ഭയങ്കര ചർച്ച നടക്കണ്ടായിരുന്നത്. സോ എന്താണ് എന്നൊന്നുമില്ല, ഒരു ഇതുമില്ല. ബട്ട് യെസ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നമ്മൾ പരിഗണിക്കും, നമ്മൾ ചർച്ച ചെയ്യും ഉറപ്പായിട്ട്. എൻഡ് ഓഫ് ദി ഡേ ആസ് എ വുമൻ ഞാനൊരു മൾട്ടി ടാസ്കറാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും നമ്മുടെ ഇപ്പോഴത്തെ ടീം ഭയങ്കര മൾട്ടി ടാസ്കേഴ്സ് ആണ്. സോ ഹോപ്പ്ഫുള്ളി ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് സോൾവ് ചെയ്തിട്ട് പോവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇക്കാര്യത്തിൽ നമ്മളിപ്പോൾ ഈ വിവാദ വിഷയങ്ങളൊക്കെ ഇത് ചോദിക്കാതെ വിട്ടുകഴിഞ്ഞാൽ ഞാൻ ശ്വേതയോടുള്ള ഒരു സൗഹൃദം കൊണ്ട് ചോദിക്കാതിരിക്കുന്നതാണ് എന്ന് പൊതുസമൂഹം കരുതുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ കൂടി ഒരു ക്ലാരിറ്റി വരുത്തിയത്. ശ്വേതാ മേനോന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമുക്ക് ഇനിയിപ്പോൾ മുന്നിലുള്ളത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇടവേള ബാബു സാരഥിയായിരിക്കുമ്പോൾ, അതിനുശേഷം ബാബുരാജ് വരുമ്പോഴൊക്കെ അവരെക്കുറിച്ചൊക്കെ പോസിറ്റീവായി കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കൈനീട്ടം അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായി സഹായങ്ങൾ, സേവനങ്ങളൊക്കെ എത്തിച്ചു നൽകുന്നതാണ്. പലരും ഇപ്പോൾ സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് തൊഴിലെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലുള്ള പ്രായമായ ആളുകളുണ്ട്. ആ പ്രായമായ ആളുകൾക്ക് പൂർണ്ണമായും ഈ സഹായം എത്തിക്കുന്നതിന് അതിന് നിങ്ങൾക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്താണ്? ഇപ്പോൾ ഫണ്ടിനെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എങ്ങനെ നമുക്ക് ഫണ്ട് രൂപീകരിക്കാൻ പറ്റും? പക്ഷെ നമ്മുടെ സീനിയേഴ്സ് നമ്മുടെ സപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് ഐ ഹോപ്പ് ഫുള്ളി നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റേ. ബിക്കോസ് ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽസ് അവരെ സഞ്ജീവനി നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്, കൈനീട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണേ എന്നല്ല. ബിക്കോസ് നമുക്ക് ഓരോരോ കോൺട്രാക്ട് എന്താ പറയാ റിന്യൂ ചെയ്യണം. ഇൻഷുറൻസ് നമുക്ക് കുറച്ചും കൂടി നന്നാക്കി കിട്ടുമോ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്. ആൻഡ് സഞ്ജീവനി കുറച്ചും കൂടി നല്ല മരുന്നുകൾ നമുക്ക് കിട്ടുമോ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ ഒരുപാട് ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് ആണിത്. ഈ കാര്യത്തിൽ പുതുതായി എന്തെങ്കിലും ചെയ്യാൻ ഒരു സ്ത്രീ സാരഥിയായി വരുന്നത് വർഷങ്ങൾക്കിപ്പുറമാണ്, ആദ്യമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് എപ്പോഴും ഒരു പ്രാധാന്യമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പല ടൈറ്റിൽസ് ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. അമ്മയ്ക്ക് അമ്മയായി എന്നൊക്കെയുള്ള രീതിയിൽ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും വലിയ രീതിയിൽ ശ്വേതയുടെ സാരഥ്യത്തെ വാഴ്ത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാരഥിയാകുമ്പോൾ എനിക്കൊരു കാര്യം പുതുതായി ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത ശ്വേതയുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലേ? അത് മനസ്സിലുണ്ട്. അത് നമ്മൾ അടുത്ത EC-യിൽ സംസാരിച്ചത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അതൊരു ക്ലവർ ആൻസർ ആണ് എന്തായാലും. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ സന്തോഷമൊക്കെ അല്ല അത് EC മീറ്റിംഗില് എന്തായാലും ശ്വേത എടുത്ത ഒരു തീരുമാനം, ഒരു ഇനിഷ്യേറ്റീവ് ആകുമ്പോൾ EC-യിൽ അത് ഈസിയായി പാസ്സാകുമെന്ന് തന്നെ ഞാനും കരുതുകയാണ്. അങ്ങനെയുള്ള ഒരു തീരുമാനമായിരിക്കുമല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ശ്വേതാ മേനോൻ സിനിമകളിലൂടെ നമുക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളെയൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ സാരഥിയായി വരുമ്പോൾ സിനിമയിലെ ശ്വേതയെ നമുക്ക് മിസ്സാകുമോ എന്നുള്ളതാണ്. രണ്ടും കൂടി നടക്കുമോ? നോ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൾട്ടി ടാസ്കേഴ്സ് അല്ലേ, നമ്മൾ മൾട്ടി ടാസ്കേഴ്സ് അല്ലേ. ഉറപ്പായും. അപ്പോൾ ആ മൾട്ടി ടാസ്കറിന് എല്ലാ ആശംസകളും നേരുകയാണ് ശ്വേതാ മേനോൻ. ഇനിയും ഒരുപാട് പേരോട് സംസാരിക്കാനുണ്ടെന്നറിയാം. അപ്പോൾ ഒരു നല്ല സാരഥിയായി മുന്നിലേക്ക് വരിക. EC-യിൽ വെക്കാൻ പോകുന്ന ഇനിഷ്യേറ്റീവ് എന്തായാലും അത് ഗംഭീരമാകട്ടെ, പുതിയൊരു തുടക്കമാകട്ടെ താരസംഘടനയ്ക്ക്. എല്ലാ ആശംസകളും.